ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ല ഈസി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഈസി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് ഇടാം. അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കോഫി പൗഡറാണ് കേട്ടോ. 1 സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കോഫി എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് 1.5 സ്പൂൺ ഷുഗർ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസാണ് കേട്ടോ. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് കളയാം കേട്ടോ. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ഇത് മിക്സ് ആകാനായിട്ട് മാത്രം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് അധികം തിക്കും ആകാൻ പാടില്ല, എന്നാൽ അധികം ലൂസ് ആകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്, നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ കണ്ടോ, ഈ ഒരു പരുവമാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം കേട്ടോ, കുറച്ച് ലൂസായിട്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൈസ് ഫ്ലോർ അല്ലെങ്കിൽ കോൺഫ്ലോർ അല്ലെങ്കിൽ കടലമാവ് പൊടി. ഇത് 3 എണ്ണത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കോൺഫ്ലോറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പാക്ക് പോലെയല്ല, പാക്ക് കുറച്ചും കൂടി ഇതിനേക്കാളും ലൂസായിരിക്കും. പാക്കിനേക്കാളും കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് നിൽക്കണം കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഒരു തിക്കായിട്ട് നിൽക്കണം കേട്ടോ. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒന്ന് സ്റ്റീം ചെയ്യണത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെന്നുള്ളത്, ഞാൻ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് മൂക്കിൻ്റെ സൈഡിൽ പിന്നെ താടിയിൽ കവിളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങളുടെ ഫേസിൽ അത്യാവശ്യം എല്ലായിടത്തും ഉള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 20 മിനിറ്റ്സ് വേണ്ടി വന്നിട്ട് ഡ്രൈ ആവാനായിട്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് നനച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് എല്ലാ ആഴ്ചയിലും ഓരോ പ്രാവശ്യമായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആഴ്ചയിൽ 1-2 തവണ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. പിന്നെ മുഖക്കുരുവൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ടൈമിൽ ചെയ്യരുത് കേട്ടോ. മുഖക്കുരുവൊക്കെ മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതേപോലെയുള്ള സ്ക്രബും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ കാര്യമായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ ബ്ലാക്ക് ഹെഡ്സ് കുറവാണ്, വൈറ്റ് ഹെഡ്സ് ആണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ഈ മൂക്കിൻ്റെ ഭാഗത്തും താടിയുടെ ഭാഗത്തൊക്കെയാണ് വൈറ്റ് ഹെഡ്സ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിൻ്റർ ക്ലൈമറ്റിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഒരു മൂക്കിൻ്റെ സൈഡിലായിട്ടുള്ള വൈറ്റ് ഹെഡ്സ് അല്ലേ. അതിങ്ങനെ മണ്ണ് വെതറിയിട്ട പോലെ തെരതിരി പോലെ ഇരിക്കുമല്ലേ, അത് പോകാനും കുറച്ച് പാടാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് വേഗം കാണാം കേട്ടോ. അതുവരേക്കും ബൈ.